തോമസ് കാർലൈൽ അദ്ദേഹത്തിന്റെ പ്രവാചകനെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ ദ ഹീറോ ആസ് പ്രൊഫറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ മനോഹരമായ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഖുർആനിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചുമാണ് പറഞ്ഞത്. അത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ചും ശബാബിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാചകം കൂടിയാണ്. To the Arab nation, it was as a birth from darkness into light. Arabia first became alive by means of it. A poor shepherd people roaming unnoticed in its deserts since the creation of the world. A hero prophet was sent down to them with a word they could believe. See, the unnoticed becomes the world notable. The small has grown world great within a century afterwards. Arabia is at Grenada in this hand and at Delhi on that എന്നാണ് തോമസ് കാർലൈൽ പറയുന്നത്. അറബ് രാഷ്ട്രത്തിന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പുനർജന്മമായിരുന്നു അത്. ആരോരും അറിയാതെ, കേൾവിയും കേൾപ്പോരുമില്ലാതെ മണരാളനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനതതി, അവരിലേക്ക് മഹാനായ ഒരു പ്രവാചകനത കടന്നു വരുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാക്കുമായി, ദൈവത്തിന്റെ വാക്കുമായി. നോക്കൂ നിങ്ങൾ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ജനതയത ലോകത്തിന്റെ മുഴുക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. എല്ലാവരാലും ചെറിയവരായി ഗണിക്കപ്പെട്ടിരുന്ന ജനതയത ലോകത്തിന്റെ മുഴുക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഒരൊറ്റ നൂറ്റാണ്ട് കൊണ്ട് ഒരറ്റത്ത് അറേബ്യയിൽ, സ്പെയിനിൽ, വേറൊരു ഭാഗത്ത് ഇന്ത്യയിൽ എത്തി നിൽക്കുന്ന ഇസ്ലാമിനെയാണ് നമ്മൾ കാണുന്നത് എന്ന്. അത് ഖുർആനിന്റെ കരുത്താണ്, ഖുർആനിന്റെ ശക്തിയാണ്. അതുപോലെ ആ ഖുർആനിന്റെ പാഠങ്ങൾ, പ്രവാചകന്റെ ചര്യയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ശബാബ് മലയാളക്കരയിൽ അതിന്റെ യൗവനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ യൗവനം മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.